ഇന്നത്തെ നമ്മുടെ വിഷയം പെൺകുട്ടികളുടെ ശ്രേഷ്ഠത അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിനാസ്പദമാക്കി വേദഭാഗം സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതൽ 11 വരെയും മർക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായം 35 മുതൽ 43 വരെയും ആണ്. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പെൺകുട്ടിയെ രക്ഷിക്കൂ, സേവ് എ ഗേൾ ചൈൽഡ് എന്ന പദ്ധതി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഘോഷിക്കുന്ന യാഥാർത്ഥ്യമാണ്. പുത്തൻ സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങളായ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയിലൂടെ പെൺകുട്ടികളുടെ ജീവിതം കുരുക്കിലകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1948 UN അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ സ്ത്രീകൾക്കെതിരെ എല്ലാ വിവേചനങ്ങളും ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം അത്ഭുതാവഹമാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളമാണ് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നത് അഭിനന്ദനാർഹം ആണ്. പെൺകുഞ്ഞുങ്ങളും സ്ത്രീകളും അനുഭവിക്കുന്ന വിവേചനത്തിനെതിരെ ഗവൺമെൻറ്റും അന്താരാഷ്ട്ര സംഘടനകളും ഉണ്ടാക്കുന്ന ലിഖിത നിയമങ്ങൾ ലിഖിതങ്ങളായി മാത്രം നിലകൊള്ളുകയും പീഡന സംസ്കാരം തുടർക്കഥയാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അവകാശം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള ദൈവിക സമീപനവും മനോഭാവവും ഇന്നത്തെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് അനിവാര്യമാണ്. അവകാശ നിഷേധം, നീതി ലംഘനം. അവകാശ നിഷേധം, നീതി ലംഘനം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നവരിൽ അധികം ആളുകൾ കനാൻ ദേശം കണ്ടിട്ടില്ല. കനാനിലേക്കുള്ള പ്രയാണത്തിൽ അനവധി പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. അതിനാൽ ജനത്തിൻ്റെ ന്യായപാലനത്തിനും വസ്തുമയമായ ആവശ്യങ്ങൾക്കുമായി മോശ എബ്രായ ജനതയ്ക്ക് ആവശ്യമായിട്ട മതകേന്ദ്രീകൃത നിയമസംഹിതയും നൽകി. ഗോത്രങ്ങളിൽ കുടുംബങ്ങളായി സ്ഥലനിർണയം ചെയ്തു. യാക്കോബിൻ്റെ 13 മക്കളിൽ 12 പുത്രന്മാരെ മാത്രമേ ഗോത്രങ്ങളായി കണക്കാക്കിയുള്ളൂ. പുത്രി ദീനയ്ക്ക് അവകാശമില്ല. ദേവി ഗോത്രക്കാർ പുരോഹിതവർഗമായതിനാൽ അവർക്ക് ദേശം വിഭാഗിച്ച് നൽകിയില്ല. പ്രസ്തുത അവരുടെ ഉപജീവനം ജനങ്ങളുടെ ദശാംശത്തിൽ കൂടെയാകണം എന്നതായിരുന്നു യഹോവയുടെ നിർദ്ദേശപ്രകാരമുള്ള നിയമ സംഹിത. പശ്ചിമേഷ്യൻ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് പൃഥുസ്വത്തിന് അവകാശമില്ലാതിരുന്ന കാലഘട്ടം. ഈ സാഹചര്യത്തിലാണ് ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് പതിവിന് വിരുദ്ധമായി യോസഫിൻ്റെ പുത്രൻ മനശ്ശയുടെ ഗോത്രത്തിൽ സലോഹാദിൻ്റെ 5 പുത്രിമാർ പൃഥുസ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന വാദവുമായി മോശയെ സമീപിച്ചത്. അവരുടെ പിതാവും മരുഭൂമിയിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. പക്ഷേ അവർ ഉന്നയിക്കുന്ന ആവശ്യം മോശ യഹോവയുടെ സന്നിധിയിൽ വെച്ചപ്പോൾ ലഭ്യമായ ദൈവിക നിർദ്ദേശമാണ് പ്രശസ്തം. സെലോഫാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. മനുഷ്യാവകാശ ലംഘനം ദൈവിക നീതിക്ക് വിരുദ്ധമാണ്. ഇവിടെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രശസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ: സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരവകാശവും അംഗീകാരവും ഇല്ലായിരുന്ന കാലഘട്ടം ഈ പെൺകുട്ടികൾ സമാഗമന കൂടാരത്തിനടുത്ത് സർവ്വസഭയുടെ മുമ്പാകെ ധൈര്യത്തോടെ അവകാശവാദം ഉന്നയിച്ചവർ, പിതാവിൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കി പിതാവിൻ്റെ പേര് നിലനിർത്താൻ ശ്രമിച്ചവർ, നിയമസംഹിതയെ മാറ്റിയെഴുതി സമൂഹത്തെ മുഴുവൻ നന്മയിലേക്ക് നയിച്ചവർ, പ്രതികൂലങ്ങളെ ഭയത്തോടെയല്ല പ്രത്യുത ധൈര്യത്തോടും ഒരുമയോടും അഭിമുഖീകരിച്ച് ദൈവനീതി നേടിയ സഹോദരിമാർ. ഇവരുടെ ഒത്തൊരുമയും ധൈര്യവും പിതാവിനോടുള്ള സ്നേഹവും പുരോഗമന ചിന്താഗതിയും നവീകരണത്തിന് മുഖാന്തരമായി. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മരിച്ചുപോയ പെൺകുട്ടിയെ ഉയർപ്പിക്കുന്നതിലൂടെ പെൺകുട്ടികളും സമൂഹത്തിൻ്റെ അവകാശികളാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അവർക്ക് നൽകപ്പെട്ട ദൈവിക അംഗീകാരവും ഇവിടെ പ്രശസ്തമാണ്. പെൺകുട്ടികളുടെ ജനനം പോലും അംഗീകാരമായി കാണാതിരുന്ന കാലഘട്ടത്തിൽ പിതാവായ യായിറോസ്
വ്യത്യസ്തത പുലർത്തുന്നു. തൻ്റെ മകൾക്കായി ദൈവസഹായം അഭ്യർത്ഥിക്കുന്നു. ആൺ പെൺ ഭേദമില്ലാതെ കുഞ്ഞുങ്ങളെ പരിഗണിക്കുന്ന മനോഭാവത്തിൻ്റെ ഉടമയും സ്നേഹനിധിയുമായ പിതാവ് ഇന്ന് ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മൃഗതുല്യം പെരുമാറുന്ന സമൂഹത്തിന് എതിർനിന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പിതാവ്. പഴയ നിയമ പാഠം പെൺമക്കൾക്ക് പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുമ്പോൾ സുവിശേഷ പാഠം പിതാവിന് പുത്രിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. പെൺകുട്ടികൾ ഭവനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭിമാനമാണ്. അതിനാൽ തുല്യമായ അവകാശ സംരക്ഷണം നൽകി അപകടത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും അവരെ കൈപിടിച്ച് രക്ഷിക്കുവാൻ അവരോടുള്ള മനോഭാവം മാറ്റി ഒരു നവയുഗ പ്രാപ്തിക്കായിട്ട് വർത്തിക്കാം. പാകിസ്ഥാനിയായ മലാല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ശബ്ദമുയർത്തി തോക്കിനിരയായി. എങ്കിലും ജീവൻ സംരക്ഷിക്കപ്പെട്ട അവളുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, ഞാൻ ആരെയും ഭയക്കുന്നില്ല. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, ഞാൻ ആരെയും ഭയക്കുന്നില്ല. കാരണം ഞാൻ നീതിക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നത്. ഇത് നമുക്കും ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തിലെ പെൺകുട്ടികളെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പൊരുതുവാനും കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.